ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി, ഒരാഴ്ചയുടെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി കുറച്ച് മടിയൊക്കെ പിടിച്ചിട്ട് എങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായി. കണ്ടിന്യൂസ് ആയി വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആരും മിസ് ചെയ്തിട്ടോ. എപ്പോഴും കാണാറുള്ളവർ എപ്പോഴും കാണണം കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അധികവും വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സും ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ വീഡിയോ എല്ലാം കൂടി കോർത്തിണക്കിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ മോൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പനിയൊക്കെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ എക്സാം, പിന്നെ അതിൻ്റെ തിരക്കും എല്ലാം ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയുടെ വർഷം തികയലും ആ ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ വീഡിയോയിൽ ശ്രദ്ധ അങ്ങോട്ട് വിട്ടു. അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. കുറേ ദിവസം എടുക്കാണ്ട് വിട്ടപ്പോൾ പിന്നെ അങ്ങനെ മടി പിടിച്ചു, അതുകൊണ്ട് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സുകളും പിന്നെ കുക്കിംഗ് വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ. അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഇതാ പുറത്തെടുത്ത് വെച്ചു കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. മുമ്പ് നമ്മുടെ എവിടെയായിരുന്നു, അടുക്കളയിൽ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കള കുറച്ചും കൂടി നല്ല സ്പേസ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ സിമ്പിളായിട്ടുള്ളൊരു കറിയാണെന്ന് വെക്കുന്നത്. പടവലങ്ങയല്ല, കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങയും പരിപ്പും തക്കാളി ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണെന്ന് വെക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉപ്പേരി വെക്കണമല്ലോ, കറി സിമ്പിളായതുകൊണ്ട് എന്തെങ്കിലും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പയറുണ്ട് കേട്ടോ. അപ്പോൾ പയർ എന്തായാലും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതൊരു 3-4 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ അല്ലത്. അപ്പോൾ ഇതും പിന്നെ ഇതിൻ്റെ 2 ദിവസം മുന്നെടുത്ത് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടി കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ പയറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പയർ ആ മുത്തശ്ശി വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചായിരുന്നു. നല്ല നാടൻ പയറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലെങ്കിലും വാങ്ങിക്കും, അവർ വന്ന് എന്തായാലും വെറുതെ നമ്മൾ പറഞ്ഞയക്കാൻ പാടില്ലല്ലോ. നമുക്ക് വേണ്ടി തലയിലേറ്റിയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആവശ്യമില്ലെങ്കിലും വാങ്ങിക്കും. പച്ചക്കറി പിന്നെ നമുക്ക് ആവശ്യമില്ലാതിരിക്കില്ലല്ലോ, എപ്പോഴായാലും ആവശ്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വന്നിട്ട് ഇന്നലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സാധനങ്ങൾ നമ്മുടെ ഷോപ്പിലത്തെ ചട്ടികൾ ഇതൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രണ്ടിൽ കുറച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴുകിയതായിരുന്നു കേട്ടോ. കറുത്ത ചട്ടികളൊക്കെ മേലെ നല്ല കരിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ നന്നായി തേച്ച് കഴുകി അവിടെ വെയിലത്ത് ഉണങ്ങാൻ വെച്ചായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഇനി അതെല്ലാം അടുക്കി വെച്ചാൽ മതിയല്ലോ വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പ്ലാസ്റ്റിക് ചട്ടികളും സാധനങ്ങളൊക്കെ കസ്റ്റമർ വന്ന് നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ചടങ്ങ് അമ്മയുടെ ശ്രാദ്ധത്തിന് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്നു. അച്ഛൻ പിന്നെ ഗൾഫിലാണല്ലോ. അപ്പോൾ പിന്നെ അമ്മേനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവിടണം. അപ്പോൾ അമ്മ എന്തോ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ഷോപ്പിൽ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. കുറേ ദിവസമായി അടുക്കി പെറുക്കി വെച്ചിട്ട് കേട്ടോ. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ അവിടെ ഇവിടെയും സാധനങ്ങൾ വലിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പം എനിക്ക് ഈ പൊടി അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ പിന്നെ ഏട്ടനുള്ളപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ രാവിലത്തെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചോറ് വെച്ചു. മോൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചോറ് വെച്ചു. അപ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞു. പിന്നെ കുമ്പളങ്ങയും പരിപ്പും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും കൂടി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഷോപ്പിൽ കണ്ണമ്മ ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പോയിട്ട് വേണം കണ്ണമ്മ ചേച്ചിക്ക് വരാനായിട്ട്. അപ്പോൾ ഞാനിതാ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അവിയൽ ഞാൻ തമ്പനയിൽ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ അവിയലുണ്ട് കേട്ടോ. അവിയലല്ല, സോറി, അവിലുണ്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പം ഇന്ന് അവിലുണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞതാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു, നമ്മുടെ അടുത്ത കടയിൽ നിന്ന് തന്നെ അവിലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം പറഞ്ഞു കേട്ടോ അമ്മ. എനിക്കറിയില്ല, അമ്മ പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ക്യാമറാമാൻ അമ്മയാണ്, അമ്മ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ അവിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതാ ഇടയിൽ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്, നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതന്നെ വെറുതെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും. നല്ല വറുത്താൽ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരയും അതുപോലെ പാവ് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയിട്ട് മിക്സിയിലൊക്കെ നന്നായി പൊടിച്ചെടുക്കണം. ഇതിൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങ വേണം, പിന്നെ മണത്തിനായിട്ട് ഏലയ്ക്ക, അത്രമാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു അവിലുണ്ടയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചൂടാറിക്കഴിഞ്ഞ് നമ്മുടെ അവിലൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം, നല്ല നൈസായിട്ട് പൊടിക്കാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്യുക. ഒന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഞാൻ എന്തായാലും നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു 3-4 ഏലയ്ക്ക് നല്ല മണത്തിനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടും പൊടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കാനുണ്ടാവും. ഇത് നമുക്ക് വായിൽ അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും കേട്ടോ, നൈസാക്കിയിട്ടുണ്ടെങ്കിൽ. അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്തായാലും നന്നായി പൊടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞതാണ് നന്നായി പൊടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നന്നായി പൊടിച്ചു. അതിന് ശേഷം അതാ തേങ്ങ ചിരകിയത് കുറച്ച് അതിലിട്ട് കൊടുത്ത് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിലുണ്ടാക്കിയുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അവർക്കൊക്കെ അവിൽ കഴിച്ച പോലെയോ, ചില കുട്ടികൾക്കൊന്നും അവിൽ ഇഷ്ടമുണ്ടാവില്ലല്ലോ, വെറുതെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതുപോലെ മധുരമായിട്ട് ഉണ്ട രീതിയിൽ അവിലുണ്ടയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ മോള് സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. പക്ഷെ അവൾക്ക് എങ്ങനെയാണെന്ന് അറിയാം, അവൾക്ക് ഇങ്ങനെ മധുരമുള്ളതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഒരെണ്ണമൊക്കെ കഴിക്കും നിർബന്ധിച്ചാൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ പാവ് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മോൾക്ക് ഞാൻ പഴവും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പോഴേ കഴിക്കുള്ളൂ, ഒന്നോ പകുതിയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഴം വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ അതാ നമ്മൾ പൊടിച്ചെടുത്തത് പാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാവും അതുപോലെ തന്നെ അവിൽ പൊടിച്ചതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ചൂടാറിയ ശേഷം വേണം നമുക്കിത് ഉരുണ്ടയാക്കാനായിട്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ചൂടാറിയ ശേഷം നമുക്കിത് ഉരുണ്ടയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചെറുത് വേണമെങ്കിൽ ആക്കാൻ അമ്മ വേഗം ആവാൻ വേണ്ടിയിട്ട് വലിയ ഉണ്ടയാക്കിക്കോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉണ്ടയാക്കുന്നുണ്ട്. അപ്പോൾ മോള് സ്കൂൾ വിട്ട് വന്നു കേട്ടോ. അപ്പോൾ മോളത് അവിടെ ഇരിക്കുന്നുണ്ട്, അവൾക്ക് തലവേദന പറയുന്നു കേട്ടോ. അന്ന് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് തുടങ്ങിയതാണത്രേ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ തലവേദന, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, ഇനിയിപ്പോൾ അത് തന്നെയാണോ മോൾക്കെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, വെയിൽ കൊണ്ടിട്ടാണ് വിചാരിക്കണു. ബസ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് തലവേദനയൊക്കെ ആയിട്ട് ആകെ ക്ഷീണിച്ചിട്ടാണ് കേട്ടോ മോള് വന്ന്. അപ്പോൾ ഞാൻ വേഗം ഇത് ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് വയ്യ. അപ്പോൾ അവൾക്ക് അവിലുണ്ട വേണോ ചോദിച്ചപ്പോൾ പഴം മതി പറഞ്ഞു കേട്ടോ. പഴം എന്തായാലും വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതി പറഞ്ഞു. ഇത് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും പഴം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുമായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് യൂണിഫോമൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് മോളത് അവിടെ തന്നെ ഇരുന്നു കേട്ടോ, അടുക്കളയിൽ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ അടുക്കള ഷിഫ്റ്റ് ചെയ്തു കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പഴയ അടുക്കളയല്ല ഇത്, നമ്മുടെ അടുക്കള മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിലുണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമായിട്ടുള്ള അവിലുണ്ട റെഡിയായി. മോൾ ഒരെണ്ണേ കഴിച്ചുള്ളൂ കേട്ടോ, പിന്നെ ഞാൻ 2 കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ അതിൻ്റെ കൂടെ വെച്ച്. അപ്പോൾ കുറച്ച് ശർക്കരപ്പാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ എന്താ പറയുക കട്ടൻ വെച്ചു കേട്ടോ. പഞ്ചസാര ഇട്ടില്ല, ആ ശർക്കരപ്പാവിൽ തന്നെ
കട്ടൻ ചായ വെച്ചു. അപ്പം അതും അവിലുണ്ടയും കൂടി ഞാൻ കഴിക്കാൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തോളൂ, സൂപ്പറാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ കുറച്ച് പാല് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ. അപ്പോൾ അത് ഞാനൊന്ന് കാച്ചാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ, തൈരിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പാലൊക്കെ കാച്ചുണ്ട്. ഇനിയും പാൽക്കാരൻ വന്നിട്ടില്ല കേട്ടോ. അത് ഇന്നലത്തെ പാലാണ് കേട്ടോ. നല്ല പാക്കറ്റ് പാല് വാങ്ങിച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മോരുണ്ടാക്കാമെന്ന് വെച്ചിട്ട് തിളപ്പിച്ച് വെച്ചു. മോരല്ല, തൈരിട്ട് നല്ല കട്ടിക്കുള്ളത്. മോൾക്ക് തൈരാണ് കേട്ടോ ഇഷ്ടം, വെള്ളം പോലുള്ളതിനേക്കാൾ കട്ടിയുള്ളതാണ് ഇഷ്ടം, അവൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ പണിയും കഴിഞ്ഞു. പിന്നെ ഇതാ ഞാൻ ഇവിടെ അടിച്ചു വരാൻ കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിട്ടാമെന്ന് വിചാരിച്ചു. 6 മണിക്ക് മുമ്പൊന്ന് വേഗം അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു. പാല് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാല് വന്നിട്ട് വേണം ഇനി ചായ വെച്ച് കൊടുക്കാൻ. കാരണം ചേച്ചിക്ക് ഞങ്ങൾ പിന്നെ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും ഇനി ചായ വേണ്ട. അപ്പോൾ പാല് വന്ന ശേഷം കാരണം ചേച്ചിക്ക് മാത്രം ഒരു ചായ വെച്ച് കൊടുത്താൽ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയായിരുന്നു കേട്ടോ. അവിടെ വേപ്പ് മരത്തിൻ്റെ കുപ്പകളാണ് കേട്ടോ. ഇപ്പോൾ മുമ്പ് മറ്റേ ഗുൽമോഹറില്ലേ, അതിൻ്റെ പൂക്കളായിരുന്നു. ഇപ്പോൾ വന്നിട്ട് വേപ്പിൻ്റെ ഇലകളാണ് കേട്ടോ അവിടെ ഫുള്ളായിട്ട്. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു. പിന്നെ ഇതാ ഞാൻ ഷോപ്പിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.